സംസ്ഥാനത്തെ പൊതുമേഖലാ ഔഷധ നിർമ്മാണശാലയായ ആലപ്പുഴ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുണമേന്മയുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ മെഡി മാർട്ട് എന്ന പേരിൽ ഔഷധ ചില്ലറ വിൽപ്പനശാല ശൃംഖല ആരംഭിക്കും. ഒരു വർഷം നീളുന്ന 50ാം വാർഷിക ആഘോഷവും മെഡി മാർട്ടും ഏപ്രിൽ 8-ന് വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ പൊതുമേഖലാ ഔഷധ നിർമ്മാണശാലയായ ആലപ്പുഴ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ഇതിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുണമേന്മയുള്ള മരുന്നുകൾ സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ ചില്ലറ വ്യാപാര ശൃംഖല ആരംഭിക്കും. ആലപ്പുഴ കലവൂരിലെ കമ്പനി ആസ്ഥാനത്ത് മെഡിമാർട്ട് എന്ന പേരിൽ ആദ്യ ചില്ലറ വ്യാപാര കേന്ദ്രം ആരംഭിക്കുമെന്ന് KSDP ചെയർമാൻ CB ചന്ദ്രബാബു പറഞ്ഞു. ഒരു വർഷം നീളുന്ന 50ാം വാർഷിക ആഘോഷത്തിന്റെ ഉദ്ഘാടനവും മെഡിമാർട്ടിന്റെ ഉദ്ഘാടനവും 8-ാം തീയതി രാവിലെ 10 മണിക്ക് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. KSDPയുടെ മരുന്നുകൾക്ക് പുറമെ സ്വകാര്യ കമ്പനികളുടെ മരുന്നുകളും വിപണി വിലയേക്കാൾ കുറവിൽ ഇവിടെ നിന്ന് ലഭ്യമാക്കും. KSDPയുടെ മരുന്നുകൾക്ക് 80% വരെയും സ്വകാര്യ കമ്പനികളുടെ മരുന്നുകൾക്ക് 10 മുതൽ 20% വരെയും വിലക്കിഴിവുണ്ടാകും. ട്രയൽ റൺ പുരോഗമിക്കുന്ന ആധുനിക പ്ലാന്റ് പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി ഉടൻ KSDPയുടെ ഉൽപ്പന്ന നിരയിലേക്ക് കൂടുതൽ മരുന്നുകൾ എത്തുമെന്നും ചെയർമാൻ CB ചന്ദ്രബാബു പറഞ്ഞു. KSDP സ്ഥാപിതമായിട്ട് 50 വർഷം കഴിഞ്ഞു. 1974 സെപ്റ്റംബർ 12-ാം തീയതിയാണ് അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ C അച്യുതമേനോൻ നമ്മുടെ ഈ കമ്പനി ഉദ്ഘാടനം ചെയ്തത്. 1975-ലാണ് പ്രവർത്തനം ആരംഭിച്ചതെന്ന്. 50 വർഷം പിന്നിട്ടു. ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബറിലെ എൻ്റെ ഒരു വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനൊക്കെ ആലോചിച്ചുവെങ്കിലും 2-3 കാരണങ്ങളാൽ ആ ഘട്ടത്തിൽ അതിന് കഴിയാതെ വന്നു. ഒന്ന്, നമ്മുടെ ഓർഡർ ലഭിക്കുന്നത് സംബന്ധിച്ച് കുറച്ച് ഒരു സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉയർന്നു വരികയും കഴിഞ്ഞ ഏപ്രിൽ മുതൽ നമുക്ക് ലഭിക്കേണ്ട ഓർഡർ 6 മാസത്തിന് ശേഷം ഒക്ടോബറിലാണ് നമുക്ക് ലഭിച്ചു തുടങ്ങിയത്. അപ്പോൾ ഈ സെപ്റ്റംബർ ഒക്ടോബറൊക്കെ നമ്മൾ കുറച്ച് ക്രൈസിസിലായി. രണ്ടാമത്തെ പ്രശ്നം, വയനാട് പ്രകൃതി ദുരന്തം ഉണ്ടായതിനു ശേഷം സർക്കാരിൻ്റെ ആഘോഷ പരിപാടികളിൽ സർക്കാർ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നമ്മളൊരു ആഘോഷ പരിപാടിയായിട്ട് പോകുന്നതിലുള്ള അനൗചിത്യം മൂലം നമ്മളത് മാറ്റിവെക്കുക ഉണ്ടായത്. പിന്നീട് പല ദിവസങ്ങൾ തീരുമാനിച്ചുവെങ്കിലും ഇപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ബന്ധപ്പെട്ട മന്ത്രിമാരുമൊക്കെ അതിന് സമയം അനുവദിച്ച് തന്നിട്ടുള്ളത്. ഏപ്രിൽ 8-ാം തീയതി രാവിലെ 10 മണിക്ക് നമ്മുടെ 50ാം വാർഷിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യപ്പെടും. ജർമ്മനിയിൽ നിന്നുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തുള്ളിമരുന്നുകളും കുത്തിവെപ്പിനുള്ള മരുന്നുകളും IV ഫ്ലൂയിഡുകളും അടക്കം ഉൽപ്പാദിപ്പിക്കും. ഇതോടെ ഡ്രിപ്പിടുന്ന മരുന്നുകൾക്കടക്കം മറ്റ് സംസ്ഥാനങ്ങളെ കേരളം ആശ്രയിക്കുന്നത് ഒഴിവാക്കാനാകുമെന്നും KSDP ചെയർമാൻ പറഞ്ഞു. KSDP മാനേജിംഗ് ഡയറക്ടർ EA സുബ്രഹ്മണ്യൻ, TR സന്തോഷ്, T നവീൻ കുമാർ, സിനി കൃഷ്ണ, C വിനോദ് കുമാർ, ലിജേഷ് ജോയി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.